നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നാടിനെ നടുക്കിയ ഷാരോൺ കേസിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ തന്നെ ലഭിക്കുമെന്ന് മനസ്സിലായത് ഏത് ഘട്ടത്തിലാണെന്ന് വ്യക്തമാക്കി പബ്ലിക് പ്രോസിക്യൂട്ടർ VS വിനീത്. ലോകത്തിൽ ഒരു മനുഷ്യന് അനുഭവിക്കാൻ കഴിയുന്ന വേദന ഏറ്റവും വലുതാണ് ഷാരോൺ രാജ് അനുഭവിച്ചത്. ഇത് കോടതിയിൽ മനസ്സിലാക്കാൻ കൂടി കഴിഞ്ഞതാണ് ഏറ്റവും വലിയ ശിക്ഷ പ്രതിക്ക് കിട്ടാൻ കാരണമെന്ന് വിനീത് പറഞ്ഞു. ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ കേസ് വധശിക്ഷയിൽ അവസാനിക്കുമെന്ന് എന്റെ മനസ്സിൽ ആദ്യമായി തോന്നിയത് ശിക്ഷയെക്കുറിച്ച് കോടതി പരാമർശിക്കുന്ന വേളയിലാണ്. പ്രതിയെ അടുത്ത് വിളിച്ച ശേഷം ശിക്ഷയെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. അന്ന് പ്രതി ഗ്രീഷ്മ പറഞ്ഞ കുറെ കാര്യങ്ങൾ കോടതി രേഖപ്പെടുത്തി. തുടർന്ന് പ്രോസിക്യൂട്ടറുടെയും പ്രതിഭാഗം അഭിഭാഷകന്റെയും വാദം കേൾക്കും. അതിനുശേഷമാണ് അപൂർവങ്ങളിൽ അപൂർവം എന്ന കാറ്റഗറിയിലേക്ക് വിധി വരുമെന്ന് ബോധ്യപ്പെട്ടത്. ആ ബോധ്യം കോടതി കൂടി അംഗീകരിച്ചതോടെ വളരെ സംതൃപ്തിയാണ് തോന്നിയത്. വിധി എഴുതിയതിനു ശേഷം വിധി എഴുതിയ പേനയുടെ നിബ് ജഡ്ജി കുത്തിയൊടിച്ചില്ല. നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി AM ബഷീറാണ് 568 പേജുള്ള വിധി പ്രസ്താവിച്ചത്. വിധിക്ക് പിന്നാലെ അഭിഭാഷകർ ഉൾപ്പെടെ ഉറ്റുനോക്കിയത് ജഡ്ജി പേന കുത്തിയൊടിക്കുന്നുണ്ടോ ഇല്ലേ എന്നാണ്. എന്നാൽ അതുണ്ടായില്ല. ജഡ്ജി AM ബഷീർ അത്തരമൊരു വിശ്വാസമോ കീഴ്വഴക്കമോ പിന്തുടരാറില്ലെന്നാണ് മുതിർന്ന അഭിഭാഷകൻ പറയുന്നത്. ഒരിക്കൽ വധശിക്ഷ വിധിച്ച് വിധിന്യായത്തിൽ ഒപ്പിട്ടാൽ ജഡ്ജി അത് പുനഃപരിശോധിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത് ഒഴിവാക്കാൻ പേനത്തുമ്പ് ഒടിച്ചു കളയുന്നു എന്നതാണ് ഒരു വാദം. ഒരു വ്യക്തിയുടെ ജീവൻ അപഹരിക്കുകയാണ് വധശിക്ഷാ വിധിയിലൂടെ പേന ചെയ്യുന്നത്. ഈ പേന മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിക്കരുത് എന്ന വിശ്വാസത്തിന്റെ പ്രതീകമായാണ് ജഡ്ജിമാർ പേന മാറ്റിവെക്കുകയോ ഒടിച്ചു കളയുകയോ ചെയ്യുന്നതെന്ന് പറയപ്പെടുന്നു. ഇത് രണ്ടിലും വിശ്വസിക്കാത്ത ന്യായാധിപന്മാരിൽ ഒരാളാണ് AM ബഷീർ. ഏറെ അർത്ഥതലങ്ങളുള്ള ഈ രീതി ബ്രിട്ടീഷ് ഭരണകാലം മുതൽ ചെയ്തു പോരുന്നതാണ്. പ്രതിക്ക് വധശിക്ഷ വിധിക്കുന്നത് മൂലം ഉണ്ടാകുമെന്ന് കരുതുന്ന കുറ്റബോധത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നതിന് വേണ്ടിയാണ് പേനയുടെ നിബ് ഒടിക്കുന്നതെന്ന് പറയപ്പെടുന്നു. വധശിക്ഷ വിധിച്ചുകൊണ്ടുള്ള വിധിന്യായത്തിൽ ഒപ്പുവെക്കാൻ ഉപയോഗിക്കുന്ന പേന തുടർന്ന് ഉപയോഗിക്കുന്നത് വിശുദ്ധമല്ല എന്ന ചിന്തയും ഇതിന് പിന്നിലുണ്ടെന്ന് നിയമവിദഗ്ധർ പറയുന്നു. കാരണം വധശിക്ഷ ഇന്ത്യൻ നീതി വ്യവസ്ഥയിൽ ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ്. അത്ര നീചമായ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് നീതി വ്യവസ്ഥ ഈ വിധി നൽകാറുള്ളൂ. ഇത് സിംബോളിക് ആക്ട് ആണെന്നും പറയാം, അതായത് പ്രതീകാത്മകമായ ഒരു പ്രവൃത്തി. ഇത്തരം കുറ്റം ഇനി ആരും ചെയ്യരുത്, ഇനി അത്തരമൊരു ശിക്ഷ ആർക്കും നൽകാൻ ഇടവരരുത് എന്നതിന്റെ ഒരു സൂചന. ഇത്തരമൊരു ശിക്ഷ എഴുതിയ ഉറപ്പിച്ച പേന കൊണ്ട് ഇനി വീണ്ടും ഇത്തരം ശിക്ഷ എഴുതാൻ ഇടവരരുത് എന്നതിന്റെ സൂചന. വധശിക്ഷ എഴുതിയ ഈ പേന കറ പറ്റിയതാണെന്നാണ് വിശ്വാസം. പേനയുടെ മുന ഈ ശിക്ഷയിൽ നിന്നും വിടുതൽ പ്രഖ്യാപിക്കുന്നു. പേന കുത്തിയൊടിച്ചാൽ ഈ വിധിയിൽ മറ്റാർക്കും ഒരു പുനർനിർണയത്തിന് അവകാശമില്ല എന്നാണ് അർത്ഥം. ജഡ്ജിക്കും തന്റെ തീരുമാനത്തിൽ പുനർവിചിന്തനത്തിന് അവകാശമില്ല. ഇത്തരമൊരു വിധി പ്രഖ്യാപനത്തിന് മൂകസാക്ഷിയായ പേന കൊണ്ട് ഇനി ഒരിക്കലും ഇതുപോലൊരു മറ്റു വിധികളോ എഴുതാൻ കാരണമാകാതിരിക്കട്ടെ എന്നുള്ള ചിന്തയും പേനയുടെ മുന കുത്തിയൊടിക്കുന്നതിന് പുറകിലുണ്ട്. ഇത്തരമൊരു വിധി പ്രഖ്യാപിക്കുന്ന കോടതി 70 വർഷം രക്തപങ്കിലമാകുമെന്നാണ് വിശ്വാസം. കാരണം വധശിക്ഷ ഒരാളോട് ചെയ്യാൻ പരമാവധി ക്രൂരതയാണ്. സങ്കടകരമെങ്കിലും അത്ര ക്രൂരമായ കുറ്റം ചെയ്ത വ്യക്തിക്കാണ് ഈ വിധി നൽകുന്നത്. പേന കുത്തിയൊടിക്കുന്നത് ആ ദുഃഖം രേഖപ്പെടുത്തുന്നതിനുള്ള പ്രതീകാത്മകമായ പ്രവൃത്തിയും വിശ്വസിക്കപ്പെടുന്നു. ഒരു വ്യക്തിയുടെ ജീവൻ എടുക്കാനുള്ള തീരുമാനത്തിന് ഉപയോഗിച്ച പേന മറ്റ് ആവശ്യങ്ങൾക്കായി വീണ്ടും ഉപയോഗിക്കരുതെന്ന വിശ്വാസവും ഇതിന്റെ പിന്നിലുണ്ട്. മറ്റൊരു സിദ്ധാന്തം ന്യായാധിപൻ കുറ്റബോധം കൊണ്ടാണ് പേന ഓടിക്കുന്നതെന്ന് പറയുന്നു. ഒരു വ്യക്തിയുടെ ജീവൻ എടുക്കാനുള്ള അധികാരം മറ്റൊരു മനുഷ്യന് ഇല്ല എന്നിരിക്കെ നിയമങ്ങൾ അനുസരിച്ച് തന്റെ ഔദ്യോഗിക കടമ മാത്രമാണ് താൻ നിർവഹിക്കുന്നത് എന്ന് സൂചിപ്പിക്കാനാകാം ഈ പ്രവൃത്തി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.